ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് അകലാപ്പുഴയാണ് പോകുന്നത്. കോഴിക്കോട് തിക്കോടിക്കടുത്താണ് ഈ അകലാപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയാണ്, ഒരു വലിയ പുഴയാണ്. ഇവിടെ മെയിനായിട്ട് ബോട്ടിംഗ് സർവീസുകളാണ് ഉള്ളത്. ഹൗസ് ബോട്ടുകളും പെഡൽ ബോട്ടുകളും കൂടാതെ സാധാരണ ബോട്ടുകളും ഉണ്ട്. വലിയ വലിയ ബോട്ടുകൾ, അതായത് ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ വലിയ ഹൗസ് ബോട്ടുകളും ഈ അകലാപ്പുഴയിലുണ്ട്. നമ്മുടെ അകലാപ്പുഴ, അവിടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ചെറിയ ഹൗസ് ബോട്ടുകളും നമുക്ക് ലഭിക്കും. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ബോട്ട്. ഏകദേശം ഒരു 10-12 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഈ ബോട്ടിൽ. ചെയറും പിന്നെ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റും മ്യൂസിക് സിസ്റ്റവും ഒക്കെ ഉണ്ട്. ഒരു മോഡേൺ ഹൗസ് ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ബോട്ടാണിത്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറത്തേക്കൊക്കെ ഈ അകലാപ്പുഴ ഒന്ന് കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. ലൈറ്റും പിന്നെ മ്യൂസിക് സിസ്റ്റങ്ങളൊക്കെ ആയിട്ട് നന്നാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ അകലാപ്പുഴ എന്ന് പറയുന്നത് നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ്. മനോഹരമായൊരു സ്ഥലമാണ്. ദൂരെയുള്ള മലകളും പിന്നെ അടുത്ത് കണ്ടൽക്കാടുകളും മറ്റുമുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. കണ്ടൽക്കാടുകളാണ് കാണുന്നത്. അതൊക്കെയാണ് വലിയ വലിയ ഹൗസ് ബോട്ടുകൾ. ഈ ഫംഗ്ഷനൊക്കെ നടത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഹൗസ് ബോട്ടിൽ പോകാൻ വേണ്ടി ആലപ്പുഴ പോകേണ്ട കാര്യമില്ല. ഇത് അവിടെയുള്ളൊരു ദ്വീപാണ്. ടോവിനോ തോമസിൻ്റെ ആ ഒരു തീവണ്ടി എന്ന് പറയുന്ന സിനിമ ഇവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ടോവിനോവിനെ ഒരു ദ്വീപിലേക്ക് കടത്തുന്നുണ്ടല്ലോ, ആ ദ്വീപാണത്. അടുത്ത് കാണാം, ആ ദ്വീപിനെ നമുക്ക് അടുത്ത് കാണാം. അവിടെ ഒരു മീൻ വളർത്തുന്നുണ്ട്, മലയൊക്കെ കെട്ടി മീൻ വളർത്തുന്നുണ്ട്. കൂടാതെ ഈ ദ്വീപിൽ ഇപ്പോൾ മെയിനായിട്ടൊരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഹോട്ടൽ. വിനോദസഞ്ചാരികൾക്കും മെയിനായിട്ട് ഫോറിൻ ടൂറിസ്റ്റുകളാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഓർഗാനിക് ഐലൻഡ്, ഇതാണ് ആ ദ്വീപ് ഐലൻഡ്. ദൂരെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കാണാം. മഴക്കാറുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ തീവണ്ടി എന്ന സിനിമ. മറ്റേ ലൈഫ് ഗാർഡ്, ഇതാണ് ആ ബോട്ടിൻ്റെ എൻജിൻ. പതുക്കെ നല്ലൊരു താളത്തിലാണ് ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ബോട്ടാണിത്. നിറയെ കണ്ടൽക്കാടുകളും വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ അകലാപ്പുഴ. ഇനി നമ്മൾ ആലപ്പുഴ പോകേണ്ടതില്ല. നമുക്ക് ഹൗസ് ബോട്ട് ആസ്വദിക്കാൻ വേണ്ടി കോഴിക്കോട് ഈ അകലാപ്പുഴ വന്നാൽ മതി. ഇഷ്ടം പോലെ ബോട്ട് സർവീസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ചെറുതും വലുതുമായി നേരത്തെ വന്ന് ബുക്ക് ചെയ്യാം. അല്ലാതെ അവിടെ വന്ന് തന്നെ നമുക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ദൂരെ നിരകൾ കാണാം. നമ്മൾ ഏകദേശം ഒരു 11 മണിക്ക് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണ്. ഈവനിങ് സമയങ്ങളിലും സാറ്റർഡേ സൺഡേകളിലും പിന്നെ അവധി ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും. ഇവിടെ നിറച്ച ആളുകളായിരിക്കും, നിറച്ച് ബോട്ടുകളും ഈ അകലാപ്പുഴയിൽ ഉണ്ടാകും. ഇന്നിപ്പോൾ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ അകലാപ്പുഴ എന്ന് പറയുന്നത് തിക്കോടി, കൊയിലാണ്ടി, പയ്യോളി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ ആലപ്പുഴ അല്ലെങ്കിൽ കുമരകം പിന്നെ കൊല്ലം എന്നീ സ്ഥലങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരിക. എന്നിരുന്നാലും നമുക്ക് ഈ അകലാപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹൗസ് ബോട്ടിൽ കയറുക എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് അധികം ദൂരെ പോകാതെ തന്നെ നമുക്ക് സാധിക്കാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 1.5 മണിക്കൂർ നമുക്ക് ചിലവഴിക്കുവാനുള്ള സ്ഥലം, ആ ഒരു സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റും. നമ്മുടെ ഈ കുമരകം പോലെയൊന്നും അത്ര വലിയതല്ലെങ്കിലും അത്യാവശ്യം വലുപ്പമുണ്ട്. എപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വരാൻ വേണ്ടി പറ്റും. ദൂരം ഇനിയൊരു പ്രശ്നമല്ല. ഈ അകലാപ്പുഴയിലേക്കുള്ളൊരു ഇൻഫ്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ പയ്യോളി കനാലാണ്.
കൂടാതെ ഇതിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ വരുന്നത് മൂത്താമ്പി റിവറിലേക്കാണ്. ഈ അകലപ്പുഴയിൽ പ്രധാനമായും 3 ഐലൻഡുകളാണുള്ളത്. ഒന്ന് നെല്ലിയാടി തുരുത്തും പിന്നെ എഡിസൺ തുരുത്തും. നമ്മൾ ആ സിനിമയിൽ കണ്ടിരിക്കുന്ന തുരുത്തുണ്ടല്ലോ. 3 തുരുത്തുകൾ അഥവാ ഐലൻഡുകളാണ് ഈ അകലപ്പുഴയിലുള്ളത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ആ ഐലൻഡ്. ഈ അകലപ്പുഴയുടെ അടുത്ത് നാടൻ റെസ്റ്റോറൻറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. കരിമീൻ, നാടൻ മീൻ, കപ്പ, അങ്ങനെ നാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പയ്യോളിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അകലപ്പുഴയിലെത്താം. തിക്കോടിയാണ് കുറച്ചും കൂടെ അടുത്ത്, 5 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ നമ്മുടെ പിശാരികാവ് ക്ഷേത്രത്തിൽ നിന്ന് കൊയിലാണ്ടി ഉള്ളത് അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയാണ് ഈ അകലപ്പുഴ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു വീക്കെൻഡ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ സ്പോട്ട് ആണിത്. ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഹൗസ് ബോട്ടിൽ കയറുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. അതാണ് ആ ഒരു ഐലൻഡ് പറഞ്ഞ ആ ഒരു ടോവിനോ തോമസിൻ്റെ തീവണ്ടി എന്ന സിനിമയിലുള്ള ഐലൻഡാണത്. ചെറിയ തോണികളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട്, ആസ്വദിക്കാൻ വേണ്ടി പറ്റും. മുൻപ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പെഡൽ ബോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സീസണിൽ അവർ പെഡൽ ബോട്ട് തൽക്കാലത്തേക്ക് അവർ മാറ്റിയിട്ടിരിക്കുകയാണ്. മെയിനായിട്ടിപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബോട്ടുകളും വലിയ ഹൗസ് ബോട്ടുകളുമാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. കോഴിക്കോട്ടുകാർക്ക് ഇനി ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കണമെങ്കിൽ നേരെ അകലപ്പുഴയിലേക്ക് വന്നാൽ മതി. നല്ലൊരു അനുഭവമായിരിക്കും.